ആ ഹലോ ആ എന്തെടുക്കാ സൈഫോ? ഞാൻ ഇവിടെ രാവിലെ വന്ന് നിൽക്കുന്നില്ലേ? ഈ ഒരു പാർട്ടീനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നുള്ള എന്തൊക്കെയോ പണി ഉണ്ടായി. പെണ്ണുങ്ങൾ വെറുതെ ഉണ്ടാക്കാനോ എന്തൊക്കെയോ പണി പറഞ്ഞ് ഏൽപ്പിച്ചാണ് സൈഫോ. ഈ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ എന്ത് പണിയാ ചെയ്ത്? വേഗോട്ട് വാ. ആ ഞാൻ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും നാക്കിക്കൊണ്ടോ? ആ ദിനേശ് ചേട്ടാ ഞങ്ങൾ എത്തി. നമുക്ക് വേഗം വരി. ആ അതേ വരി. എനിക്ക് പോയിട്ട് 1-2 കേസ് ഉണ്ട്. ആ ഓക്കെ വരി. പിന്നെ നമ്മൾ വിചാരിച്ചോണമെന്നല്ല, സംഭവം അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്താണ് അവിടെ ബിൽഡിങ്ങോ എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ടാക്കും. വൻ സെറ്റപ്പ് നമ്മൂപ്പര് പറഞ്ഞത്. ഞാൻ കണ്ടെടുത്തോളം ആളൊക്കെയാണ്. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ മതി. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞ തുകക്ക് നമ്മളൊന്ന് നോക്കുക, സ്ഥലം നോക്കി വരി. ഓക്കെ അല്ലേ? ആ എന്നാ വരി. ആ മുഹമ്മദ് അയാളാണ്. വരി വരി. നമസ്കാരം ചേട്ടാ. ഞങ്ങൾ കുറച്ച് ലൈഫ് ആയി പോയി. മൂപ്പര് വലിയ ബിസിനസിന്റെ ആളാണ്. മൂപ്പര് കിട്ടാൻ കുറച്ച് പണിയാണ്. എന്നാലും കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചോളി. ഇതാണ് നമ്മളെ ഫ്രണ്ടേജ്. അവിടുന്ന് ഒരു 10 മീറ്റർ ഇങ്ങോട്ട് ഇവിടുന്ന് മാറിയിട്ട് അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇത് 1/2 ഏക്കറ വരും. ഇത് സംഭവം ഞാൻ കൊടുത്തു പോയതാണ്. ഇതിന്റെ ഫ്രണ്ട് നല്ലൊരു ബെൽക്ക് കൊടുത്തു പോയതാണ്. നിങ്ങളെ സ്ഥലം ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് വരും. ഫ്രണ്ട് കഴിഞ്ഞിട്ട് മൊത്തം എത്ര സെന്റ് ആണുള്ളത്? ഇത് മൊത്തം 1 ഏക്കറാണല്ലേ. അതിൽ 50 നമ്മൾ കൊടുത്തു പോയിക്കുന്നു. 50 ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ പറഞ്ഞപ്പോ ഈ റോഡ് തരും. ഓ റോഡ് താ. ഞങ്ങൾക്ക് ഫ്രണ്ട് ഭാഗത്തും ഇവിടുന്ന് അങ്ങോട്ട് റോഡ് തരാം കേട്ടോ. ഒരു 10 അടി റോഡും തരും കേട്ടോ പുറകിൽക്ക്. അല്ല ഇവിടുന്ന് 50 കഴിഞ്ഞ് പിന്നെ ആണ് അങ്ങോട്ടുള്ളതാണ് നമുക്ക്. നമ്മളെ സ്ഥലം ഒന്ന് കാണുക. നോക്കിക്കോളി, നല്ലോണം നോക്കിക്കോളി. ഈ വഴി ഉണ്ടല്ലോ, ഈ 10 അടി റോഡ് നിങ്ങളെ ബാക്കിലുള്ള പ്രോപ്പർട്ടി ഇതിൽക്കില്ല. നല്ല സ്ഥലം നോക്കി നിങ്ങൾ. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക്. വെള്ളം കുടിച്ചിട്ട് ആകാൻ പറ്റുന്ന. അപ്പൊ 50 സെന്റ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കൊടുത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 50 ആള് അല്ല നിങ്ങൾ ആളെ മക്കാറാക്കുക. അല്ല നീ എന്തുദ്ദേശിച്ച എന്നെ വിളിച്ചോണ്ടോന്ന്? ഈ കുളമ്പിക്കാരങ്ങോണ്ടോന്ന് അത് നിങ്ങൾ അങ്ങനെ പറയല്ലേ. പോത്തുണ്ടോ? പോത്തിനെ കുളിപ്പിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ ഞാനേ എനിക്കിവിടെ നീന്തി കളിക്കാനല്ല, ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണോ അതിനെ സ്ഥലത്തിന് വന്ന് ഞാൻ പോത്താ. എല്ലാ കാര്യവും പറഞ്ഞ നിങ്ങൾ എന്നിട്ട് നമ്മളോട് ചൂടാണേ. ഇവനെന്താ എനിക്ക് ഇവിടെ വന്നതൊന്നും കണ്ടില്ലേ? സംഭവമാണ് ഇയാളാണ് ഈ ഏക്കർ കണക്ക് സ്ഥലമൊക്കെ മൂപ്പരതാണ്. ഇയാൾ ഇങ്ങനെ പറ്റിക്കും ഞാൻ വിചാരിച്ചില്ലല്ലോ. ഞാനും കച്ചവടമാക്കിയത് നിങ്ങൾക്ക് വണ്ടി കേൾക്കുക, പോത്തിനെ കുളിപ്പിക്കുക, ചെക്കന്മാർക്ക് ആണെങ്കിൽ തെങ്ങ് ഭാവിയൊക്കെ സ്വിമ്മിംഗ് പൂളും ആക്കാം. അല്ലാത്ത മനുഷ്യൻ ഓരോരോ. ഞാൻ പല സ്ഥലത്തും 1-2 സ്ഥലം നോക്കി വെച്ചാ ഇവൻ എന്നോട് പറഞ്ഞ ഏറ്റവും നല്ല സ്ഥലമാണ്, നിങ്ങൾക്ക് ഒരു ചെലവില്ല, അങ്ങനെ ഈ കുളം കാണാൻ തന്നെ ഞാനും എന്റെ പെരക്കാരൊക്കെ വന്നെങ്കിലും ഇങ്ങനെ നീന്തി കളിക്കാനാണ്. വല്ലാത്തൊരു ചതിയിലാണ് പെട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ആളൂടി കുറച്ചാളെയും കൂട്ടിയിൽ ഇറങ്ങി നീന്തിക്കോളിട്ടോ. എനിക്കിനി ബാക്കിയുള്ള ഞാൻ അവിടെ വന്നിട്ട് തരാം. ആ ഇനി ഒന്നും ഇങ്ങോട്ട് വാ. ഞാൻ ഈ 50 സെന്റ് ഉള്ള കുളത്തിലേക്ക് ഇവിടെ എന്തോരം പോത്തുകളെ വാങ്ങണോ സൈപ്പോ? എന്റെ സ്ഥലമൊക്കെ വിറ്റ് പോത്തിനെ വാങ്ങി ഇതിൽ കൊണ്ടാടാനോ? ചതി ഞാൻ വിചാരിച്ചില്ല. അല്ല ഓൻ പോത്താ. ഇത് കാട്ടി തരാൻ നിന്ന് ഓൻ അതിനേക്കാളെ വലിയ പോത്താണല്ലോ. ചതിയിലായി പോയി കുടുങ്ങി. ചതിയൊന്നും അല്ല, എന്റെ ബ്രോക്കർ പണി ഇന്നത്തോടുകൂടി ഞാൻ നോക്കൂ. ഞാൻ നാട്ടുവാ. ശരി നിങ്ങൾ 2 ആളും കൂടി ഇന്നെ പറ്റിക്കാൻ നോക്കിയാലേ